ഫണ്ട് സമാഹരണത്തിലെ വീഴ്ചയിൽ MSF സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ നടപടി. ഷജീർ ഇക്ബാൽ, ഫിറോസ് പള്ളത്ത് എന്നിവരെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് നീക്കി. ഫണ്ട് സമാഹരണം ജനുവരി 10-നകം പൂർത്തിയാക്കിയാൽ ഇവരെ തിരിച്ചെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി CK നജാഫ് പറഞ്ഞു. അശ്വിൻ വലത്ത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അശ്വിൻ, ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എത്രത്തോളം ശക്തമാണ് ഇരുവർക്കുമെതിരെ? അപർണ, MSFന്റെ ഫണ്ട് സമാഹരണ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഭാരവാഹികൾക്ക് ക്വാട്ട നിശ്ചയിച്ച് നൽകിയിരുന്നു. എന്നാൽ ഇതിന്റെ യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷജീർ ഇക്ബാൽ, ഫിറോസ് പള്ളത്ത് എന്നിവർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഫണ്ട് സമാഹരണം കൃത്യമായി നടത്തുന്നില്ല, ഇവർ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ഇവർ നടത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് നടപടിയെടുത്തിരിക്കുന്നത്. ജനുവരി 10-നകം നിശ്ചയിച്ച ക്വാട്ട പൂർത്തീകരിച്ച് നൽകി കഴിഞ്ഞാൽ ഇരുവരെയും തിരിച്ചെടുക്കുമെന്നും MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. നേരത്തെ കഴിഞ്ഞ കുറെ കാലമായി MSFൽ ശക്തമായ വിഭാഗീയത നിലനിൽക്കുകയാണ്. നേരത്തെ അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ലത്തീഫ് തൊറയൂർ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ആ സംഘടനയ്ക്കകത്ത് ഈ MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷം പിടിമുറുക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ഫണ്ട് സമാഹരണം പൂർത്തിയാക്കാത്തവർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് ഒരു ടൈം ലിമിറ്റ് കൊടുത്ത് അത് തിരുത്താനുള്ള ഒരവസരം കൂടി സംഘടന നൽകിയിട്ടുണ്ടല്ലോ അശ്വിൻ. സ്വാഭാവികമായും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം നടപടി നേരിടുന്നവരുടെ ഭാഗത്തുനിന്നോ മറ്റോ സമൂഹ മാധ്യമങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ അതിനുശേഷം? ഈ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട്, ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് പല ഈ MSF ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും MSFന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും ഭാരവാഹികൾ അത് തുറന്നു പറയാറുമുണ്ട്. നേരത്തെ തന്നെ PK നവാസിന്റെ ഒരു നേതൃത്വത്തോടുള്ള ഒരു അഭിപ്രായ ഭിന്നത കൂടി ഈ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കമ്മിറ്റികളിലൊക്കെ തന്നെ ഉയർന്നിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഭാരവാഹികൾ ഈ സമാഹരണത്തിൽ നിന്ന് വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അത്തരത്തിലുള്ള നടപടി ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ടാണ് നേതൃത്വം നടപടി എടുത്തിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ MSFൽ ഉണ്ടായിരുന്ന ഒരു 1-2 വർഷമായി MSFൽ രൂപപ്പെട്ടു വരുന്ന ഒരു വിഭാഗീയതയുടെ തുടർച്ചയായി തന്നെ വേണം ഇതിനെ കാണാൻ. റൈറ്റ്, അശ്വിൻ വലത്ത് വിവരങ്ങൾ നൽകിയത്.